ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ധനുമാസം 1-ാം തീയതിയാണ്. ധനുമാസം നമ്മുടെ ശകവർഷ കലണ്ടർ അനുസരിച്ച് മാർഗശീർഷ മാസത്തിലാണ് വരുന്നത്. മാർഗശീർഷ മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. വൈഷ്ണവർക്ക്, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഏറ്റവും ശുദ്ധമായ മാസമാണ് മാർഗശീർഷ മാസം. ഈ മാർഗശീർഷ മാസത്തിലാണ് ധനുമാസം വരുന്നത്. ധനുമാസവും മഹാവിഷ്ണുവിൻ്റെ മാസമാണ്. മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ മാസമാണ് ധനുമാസം. എന്തുകൊണ്ടാണ് ഈ മാസം മഹാവിഷ്ണുവിനെ പൂജിക്കാനായിട്ട് ഏറ്റവും നല്ലത് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസമാണ് നമുക്ക് വൈകുണ്ഠ ഏകാദശി വരുന്നത്. ഈ മാസമാണ് മോക്ഷദ ഏകാദശി വരുന്നത്. ഈ മാസമാണ് ഗീതാ ജയന്തി വരുന്നത്. ഈ മാസമാണ് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത്. ദത്താത്രേയ ജയന്തി വരുന്നത് ഈ മാസമാണ്. മത്സ്യദ്വാദശി വരുന്നത് ഈ മാസമാണ്. രോഹിണി വ്രതം വരുന്നതും ഈ മാസമാണ്. അതുകൂടാതെ ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ പരമേശ്വരന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശിവഭക്തരും ഈ മാസം ധനുമാസം വളരെ പുണ്യമായി ആചരിക്കുന്നു. ദേവി പാർവതി ദേവിക്ക് ഭഗവാനെ ലഭിച്ച ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നു. വ്രതം നോറ്റ് ദേവി മഹാദേവന് വേണ്ടി വ്രതം നോറ്റിട്ട് തിരുവാതിര ദിവസമാണ് ദേവിക്ക് ഭഗവാനെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായത് എന്ന് കരുതുന്നു. ചില പുരാണങ്ങൾ പറയുന്നത് ശിവൻ്റെ തിരുനാളാണെന്നും പറയുന്നുണ്ട്. എന്തുതന്നെ ആയാലും ധനുമാസം വളരെ പുണ്യമായ മാസമാണ്. ഭഗവത്ഗീതയിലെ 10-ാമത്തെ അധ്യായം വിഭൂതി യോഗയിൽ 35-ാമത്തെ ശ്ലോകം, ബൃഹത് സാമ തഥാ സാമ്നം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോ അഹമൃത്യൂനാം കുസുമാകര. എന്താ ഇതിൻ്റെ അർത്ഥം? സാമഗാനങ്ങളിൽ ഞാൻ ബൃഹത് സാമവും, ഭഗവാൻ അർജുനനോട് പറയുകയാണ്, വൃത്ത അലങ്കാരങ്ങളിൽ ഞാൻ ഗായത്രിയും, മാസങ്ങളിൽ മാർഗശീർഷവും, ഋതുക്കളിൽ വസന്തവുമാകുന്നു. അപ്പം മാർഗശീർഷ മാസം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ തന്നെയാണ്. അപ്പം മാർഗശീർഷ മാസത്തിലാണ് ധനുമാസവും വരുന്നത്. അതായത് ശകവർഷ കലണ്ടർ അനുസരിച്ച് മാർഗശീർഷ മാസത്തിലെ ഒരു മാസമാണ്, മലയാള മാസമാണ് ധനുമാസം. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ 1000 വർഷം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു. അതുപോലെ ആഗ്നേയ പുരാണത്തിൽ പറയുന്നത്, ഈ മാസത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ 7 ജന്മങ്ങളിൽ നമുക്ക് ദാരിദ്ര്യമില്ലാതിരിക്കുമെന്നും രോഗങ്ങളിൽ നിന്നും മുക്തി നേടുമെന്നും പറയുന്നു. അപ്പോൾ ഈ മാസം മുഴുവൻ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ 1000 വർഷം നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അത്രയും ഫലമാണ് ഈ മാസം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് പുരാണങ്ങളിൽ ഈ മാർഗശീർഷ മാസത്തെപ്പറ്റിയും അല്ലെങ്കിൽ ധനുമാസത്തെപ്പറ്റിയുമൊക്കെ പറയുന്നുണ്ട്. ദൈവികമായ ചടങ്ങുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്തമമായ ഒരു മാസമാണ് മാർഗശീർഷ മാസം. ആ മാസത്തിലാണ് ധനുമാസം വരുന്നത്. അപ്പോൾ ധനുമാസത്തിൽ മുഴുവൻ നിങ്ങൾ ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ 1000 വർഷം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുമോ അത്രയും ഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഈ മാസം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അതായത് ഭഗവാനെ വ്രതനിഷ്ഠയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഈ ജന്മത്ത് മാത്രമല്ല, ഇനി വരുന്ന 7 ജന്മങ്ങളിലും അതുണ്ടാവുകയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മാസത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ 7 ജന്മങ്ങളിൽ ദാരിദ്ര്യവും രോഗങ്ങളും ഉണ്ടാകുമെന്നും ആഗ്നേയ പുരാണത്തിൽ പറയുന്നുണ്ട്.
അപ്പോൾ ഇതുണ്ടാകത്തില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ, പ്രാർത്ഥിച്ചാൽ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാതിരുന്നാൽ അങ്ങനെ സംഭവിക്കുമെന്നും പറയുന്നുണ്ട്. ദേവന്മാരുടെ ഒരു ദിവസമെന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ധനുമാസം അവരുടെ ബ്രഹ്മമുഹൂർത്തമാണ്. ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബ്രഹ്മമുഹൂർത്തം, ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്തമാണ് ഈ മാർഗശീർഷ മാസം അല്ലെങ്കിൽ ധനുമാസം. മലയാള കലണ്ടർ അനുസരിച്ച് മാർഗശീർഷ മാസത്തിൽ വരുന്ന മലയാള മാസമാണ് ധനുമാസം. മാർഗശീർഷ മാസം പ്രത്യേകം ശ്രദ്ധിച്ചോണം, അത് ശകവർഷ കലണ്ടർ അനുസരിച്ച് വരുന്നതാണ്. പക്ഷേ അതിൽ വരുന്ന ഒരു മാസമാണ് മലയാള മാസം എന്ന് പറയുന്നത് ധനുമാസം. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മാസം, അതായത് ഭഗവാനെ സംബന്ധിക്കുന്ന ഒരുപാട് വിശേഷങ്ങൾ വരുന്ന ഒരു മാസമാണ് ഈ ധനുമാസം എന്ന് പറയുന്നത്. ധനുമാസം 1-ാം തീയതി തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും വിവാഹ വാർഷിക ദിനമായിരുന്നു. ഇന്ന് 1-ാം തീയതി. അത് കഴിഞ്ഞ് നാളെ അങ്ങോട്ട് വരുമ്പോൾ ഷഷ്ടിവ്രതമാണ്. പിന്നീട് അങ്ങോട്ട് ധാരാളം ഭഗവാന്റെ ദിവസങ്ങൾ വരികയാണ്. വൈകുണ്ഠ ഏകാദശി, ഗീതാജയന്തി, മോക്ഷദ ഏകാദശി, മത്സ്യദ്വാദശി, ദത്താത്രേയ ജയന്തി, രോഹിണി വ്രതം, ഇങ്ങനെയുള്ള ധാരാളം വിശേഷങ്ങൾ ഈ മാസം വരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പൂജകൾ ചെയ്യുന്നതിനോ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുന്നതിനോ നമുക്ക് മുടങ്ങിക്കിടന്ന ചില വഴിപാടുകളുണ്ട്. ആ വഴിപാടുകൾ ഭഗവാന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസമാണ് ഈ ധനുമാസം എന്ന് പറയുന്നത്. എന്തെങ്കിലും വഴിപാടുകൾ നിങ്ങൾക്ക് നേർച്ചയായി ഇട്ടിട്ട് അത് കുറച്ച് നാളുകളായി മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാസം തന്നെ ആ വഴിപാട് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും അതിന് വളരെയധികം ഫലം ലഭിക്കും. അപ്പോൾ ഈ മാസം മുഴുവൻ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ 1000 വർഷം നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ തുല്യമായ ഒരു ഫലം ലഭിക്കുമെന്ന് പറയുന്നു. അപ്പം ധനുമാസത്തെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. എല്ലാവരും ഇന്ന് നമ്മൾ എന്തായാലും ഭഗവാന്റെ നാമങ്ങൾ അല്ലെ വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിച്ച് കാണും. എല്ലാവരും ജപിച്ച് കാണും. കാരണം ഇന്ന് ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും വിവാഹ വാർഷിക ദിനമാണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഭഗവാന്റെ നാമം ഇന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ചില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു നാമമെങ്കിലും ഇന്ന് ജപിച്ച് കാണും. അപ്പോൾ ഇനി മുതലുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഭഗവാനെ ഓർക്കുക. ഇനി ഷഷ്ടിവ്രതം എടുക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും അന്ന് നിങ്ങൾ ആ കൂട്ടത്തിൽ തന്നെ ഭഗവാനെയും വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസങ്ങളും ഇനിയുള്ള ആ ധനുമാസം മുഴുവൻ നിങ്ങൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഈ ഒരു വർഷം, ഇനിയുള്ള വർഷങ്ങൾ, നിങ്ങളുടെ ഇനിയുള്ള ജന്മങ്ങൾ പോലും പുണ്യമായി തീരും. നിങ്ങളെല്ലാവരും ഭക്തിയുള്ള വൈഷ്ണവരായി തീരുമെന്നാണ് പറയുന്നത്. വെറുതെയുള്ള വൈഷ്ണവരല്ല, ഭക്തിയുള്ള വൈഷ്ണവർ. ഗോപികമാർ ഈ മാർഗശീർഷ മാസം അല്ലെങ്കിൽ ധനുമാസത്തിൽ വ്രതമനുഷ്ഠിച്ചു. കാർത്യായനി ദേവിക്ക് വ്രതമനുഷ്ഠിച്ചിട്ടാണ് ഭഗവാന്റെ സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി, നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി അവർ ഈ ധനുമാസത്തിൽ അല്ലെങ്കിൽ മാർഗശീർഷ മാസത്തിൽ വ്രതമനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും പുണ്യമായ മാസമാണ്. ഈ മാർഗശീർഷ മാസവും ധനുമാസവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മാർഗശീർഷ മാസം എന്ന് തുടങ്ങും എന്ന് അവസാനിക്കുമെന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അത് നിങ്ങൾ പോയി കാണുക. അതിനകത്ത് അത് ശകവർഷമാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ശകവർഷ കലണ്ടർ. അത് നിങ്ങൾ പ്രത്യേകം ചിന്തിക്കുക. ശകവർഷ കലണ്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. നമ്മൾ ഈ ജാനുവരി ഫെബ്രുവരി എന്ന് തുടങ്ങുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. മലയാള മാസമാണ് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്ന് തുടങ്ങുന്ന മാസങ്ങൾ. ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറാണ് ശകവർഷ കലണ്ടർ. കോടതികളിൽ പോലും, അതായത് സുപ്രീം കോടതി പോലും, അവർ പോലും അവരുടെ ആ വിധിന്യായങ്ങളുടെ മുകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിധിന്യായം എടുത്ത് നോക്കിക്കോളൂ. അതിൻ്റെ മുകളിൽ ശകവർഷത്തിൻ്റെ ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ പേരെഴുതിയിരിക്കുന്നത് കാണാം. കാരണം പരമോന്നത നീതിന്യായ കോടതി പോലും ഫോളോ ചെയ്യുന്ന ഒരു മാസം, ഒരു വർഷമാണ് ശകവർഷം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ്. അതിലുള്ള ഒരു മാസമാണ് മാർഗശീർഷ മാസം. ആ മാസത്തിൽ വരുന്ന ഒരു മലയാള മാസമാണ് ധനുമാസം.
നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മാർഗശീർഷ മാസത്തിൽ വൃശ്ചിക മാസവും ധനുമാസവും വരുന്നുണ്ട്. ഈ 2 മാസങ്ങളും കൂടെ ചേർന്നാണ് ഈ മാർഗശീർഷ മാസം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ധനുമാസം ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക, ഭഗവാന്റെ പ്രാർത്ഥനകൾ ജപിക്കുക, ജപം ശീലമാക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജപിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയമകലും, ദുസ്വപ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടും, നിങ്ങളുടെ മനസ്സിന് ഏകാഗ്രത കൈവരും, അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയും, ഉറക്കമില്ലായ്മയെ പരിഹരിക്കാൻ കഴിയും, ബുദ്ധി വർദ്ധിപ്പിക്കും. ഇങ്ങനെയുള്ള ധാരാളം നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജപത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ ഭക്തിയുടെ മാർഗത്തിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ജപം നിങ്ങൾക്ക് സഹായിക്കും. എങ്ങനെയാണ് ജപിക്കേണ്ടത്? എപ്പോഴാണ് ജപിക്കേണ്ടത്? കുളിച്ചിട്ട് വേണോ ജപിക്കാൻ? അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും. നമുക്ക് പനി പിടിച്ചിരിക്കുമ്പം കുളിക്കാൻ പറ്റില്ല, അപ്പോഴും നിങ്ങൾക്ക് ജപിക്കാം. ഇന്ന് മടി പിടിച്ചു, എനിക്ക് കുളിക്കാൻ വയ്യ, അപ്പോഴും ജപിക്കാം. നിങ്ങൾക്ക് പീരീഡ്സ് ആണ്, ജപിക്കാം. പുലവാലായ്മയുള്ളവരാണ്, ജപിക്കാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ജപിക്കാം. ഇന്ന് മീൻ കഴിച്ചു, അതുകൊണ്ട് എനിക്ക് ജപിക്കാൻ പറ്റില്ല, അങ്ങനൊന്നുമില്ല, നിങ്ങൾക്ക് ജപിക്കാം. ഇന്ന് ഞാൻ ബീഫാണ് കഴിച്ചത്, ഇനി എങ്ങനെയാണ് ഞാൻ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് അതിനൊന്നും ഒരു വിഷമമില്ല. നിങ്ങളുടെ ആഹാര രീതി നിങ്ങൾ പിന്തുടരുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് ഇതിനൊരു തടസ്സവുമില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ കുറച്ചങ്ങോട്ട് പ്രാർത്ഥിച്ച് വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ആഹാരക്രമത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും രീതിയിലുമൊക്കെ വ്യത്യാസം വരും. നിങ്ങളുടെ മുഖം തിളങ്ങി വരുന്നതായി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബ്യൂട്ടി പാർലറിലും പോകണ്ട. അല്ലാതെ തന്നെ നിങ്ങളുടെ ആ തലയുടെ പുറകിലുള്ള ഓറ തെളിഞ്ഞു വരും. നിങ്ങളിൽ ഒരു പ്രകാശമുണ്ടാകും. എന്തിനാണ് വെറുതെ ബ്യൂട്ടി പാർലറിൽ പോയി സമയം കളയുന്നത്? വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മതി ദിവസവും. നിങ്ങൾ തെളിഞ്ഞു വരും. നിങ്ങളുടെ മുഖം സ്വർണം പോലെ തിളങ്ങും. അതുകൊണ്ട് എല്ലാവരും ധനുമാസത്തിൽ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ ആ സമയങ്ങളിലെല്ലാം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 1000 വർഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് ഈ മാസത്തെ പ്രാർത്ഥന. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.